ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറല്ലാഹ്. സ്നേഹാദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള നമ്മുടെ വേദിയിലെ ബഹുമാന്യരായ സയ്യിദുമാർ, സുന്നിവാൽ ഫെഡറേഷൻ്റെ സംസ്ഥാന സാരഥികൾ, ഈ മഹത്തായ സംഗമത്തിൽ ഏറെ നേരമായി തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കർമ്മോത്സുകരായ നേതാക്കൾ, പ്രവർത്തകർ, അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സൽക്രമമായി സ്വീകരിക്കട്ടെ. ദീർഘിപ്പിക്കുന്നില്ല, കാരണം മഗ്‌രിബ് നമസ്കരിക്കാത്ത ആളുകളായിരിക്കും നമ്മുടെ സദസ്സിലുള്ളത്. അതുകൊണ്ട് പറഞ്ഞ സമയത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായും ആമുഖമായും പറയാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇവിടെ നമ്മൾ നടത്തുന്നത്. ഒന്ന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഈ വരുന്ന ഫെബ്രുവരി മാസം നടക്കുന്ന മഹത്തായ 100ാം വാർഷികത്തിൻ്റെ പ്രചരണം. നമ്മളത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മരംഗത്തിറങ്ങുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. അള്ളാഹു അതവൻ വിജയമാക്കി തരട്ടെ. രണ്ടാമത്തൊന്ന്, സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം നമ്മൾ അടുത്ത വർഷം ഭംഗിയായി നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ആ ഗോൾഡൻ ജൂബിലി സംബന്ധമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന ഈ മഹത്തായ സംഘടന രൂപീകരിച്ചതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യങ്ങളുമെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നേരത്തെ തന്നെ നമ്മൾ പല യോഗങ്ങളിലും വ്യക്തമാക്കിയതും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് സംബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഉലമാവും ഉമറാവും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ മഹല്ലത്തുകളിലെയും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളിലെയും പ്രതിനിധികൾ ഉൾപ്പെടുത്തി വളരെ നല്ല രീതിയിൽ ധാർമ്മിക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കുക എന്ന സദുദ്ദേശമാണ് ഇതുകൊണ്ടുണ്ടായിരുന്നത്. തുടക്കകാലം മുതലേ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രവർത്തനത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സുന്നി യുവജന സംഘമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന ചോദ്യം. അന്ന് ഇതു സംബന്ധമായി ചർച്ചകൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സി എച്ച് ഐദ്രോസ് മുസ്ലിയാർ, ബാപ്പുട്ടി ഹാജി, എം എം ബഷീർ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ അവസാനമായി തീരുമാനിച്ചത് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം, ഇങ്ങനൊരു സംഘം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ സമീപിക്കാമെന്നാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ സമീപിച്ചപ്പോൾ അദ്ദേഹം അതിശക്തമായി ഇത് വേണമെന്നും ഇത് വിപുലീകരിക്കണമെന്നും നിർദ്ദേശിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുന്നി മഹൽ ഫെഡറേഷൻ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം അന്ന് രൂപീകരിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ഇതിന് ഒരു ഭരണഘടനയും രൂപീകരിച്ചു. പിന്നീട് 1989 വരെ ആ ഭരണഘടനാനുസൃതമുള്ള പ്രവർത്തനം 1976 മുതൽ തന്നെ ഇത് രൂപീകരിച്ച ശേഷം തന്നെ തുടർന്നു പോന്നിരുന്നുവെങ്കിലും 1989 പ്രതിസന്ധി സമയത്താണ് ഇത് രജിസ്റ്റർ ചെയ്തത്. അന്ന് ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 33 പ്രവർത്തക സമിതി അംഗങ്ങളെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ സമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ ഈ വേദിയിൽ ആ 33 അംഗ പ്രവർത്തക സമിതിയിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 പേരുണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾക്കറിയാം, KT ഹംസ മുസ്ലിയാർ. അതുപോലെ തന്നെ ഒന്ന് ബഹുമാനപ്പെട്ട MC മായിൻ ഹാജി സാഹിബ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ കല്ലായി. ഇവർ ഇതിൻ്റെ രൂപീകരണ സമയത്ത് ഇതിൽ എഴുതി കൊടുത്ത പ്രവർത്തക സമിതി സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് 166/89 രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്ത കൂട്ടത്തിൽ അവരുണ്ടായിരുന്നു. അതിൽപ്പെട്ട മറ്റൊരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് CMA അബ്ദുൽ കരീം സാഹിബാണ്, പാലക്കാട് ജില്ലയിലെ. അതുപോലെ തന്നെ മറ്റൊന്ന് PM ഹസൻ ഷെരീഫ് കുരിക്കളാണ്. ഇത്രയും ആളുകൾ അവർ രണ്ടുപേരെയും ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു, പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിത് സൂചിപ്പിച്ചത് ഇതിൽ ഭരണഘടന വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പുതിയ കമ്മിറ്റി നിലവിൽ വന്ന സാഹചര്യത്തിൽ ചില്ലറ പ്രചരണങ്ങളൊക്കെ നമുക്കിടയിൽ നടന്നിരുന്നു. അത് നടത്തിയവരാര് എന്നതിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച, അവർക്കായിട്ടല്ല ഇത് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രവർത്തകയിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് ചില ആശങ്കകൾ പങ്കുവെച്ചതുകൊണ്ട് അല്പസമയം കൊണ്ട് അതങ്ങ് പറഞ്ഞു തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി
ഇതിൽ ഒരു കേസ് വന്നപ്പോൾ കോടതിയിൽ പോലും അവരാവശ്യപ്പെട്ടതും അതുപോലെ തന്നെ ചില തൽപര കക്ഷികളുടെ പ്രചരണത്തിലുണ്ടായിരുന്നതും ഖാദിമാരെ, ഖത്തീബുമാരെ, മുദരിസുമാരെ അതുപോലെ തന്നെ മുഅല്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒരു പുതിയ മാനുവൽ ഉണ്ടാക്കി എന്നതായിരുന്നു. അടിസ്ഥാനപരമായ ഭരണഘടനയാണ് 989 ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കയ്യൊപ്പ് വെച്ച അവരുടെ ഒപ്പ് ഇതിലുണ്ട്. അവരൊപ്പ് വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിൽ പറയുന്നത്, ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വിശ്വാസപരമായി അശ്ശരി, മാതുരീദി ഇവയിൽ ഒന്നിനെയും കർമ്മപരമായി ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇവയിൽ ഒന്നിനെയും സ്വീകരിച്ച് പിൻപറ്റുന്നവരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നതോടെ സുന്നി വൽ ഫെഡറേഷൻ്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് തൽപരരുമായ താഴെ പറയുന്ന പ്രായപൂർത്തിയായ പുരുഷന്മാർ സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും. അപ്പോൾ ഈ സംഘടനയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ജനറൽ ബോഡി അംഗങ്ങൾ എന്ന് പറയുന്നത് താഴെ പറയുന്നവരാണ്. ആരാണവർ? കൃത്യമായി പറയുന്നു. ഒന്ന്, 2 വിഭാഗത്തെ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ഓരോ മഹലിൽ നിന്നും പള്ളി, ദർസ്, മദ്രസ, യത്തീംഖാന, അറബി കോളേജ്, ബോർഡിംഗ് മദ്രസ, സമസ്തയുടെ കീഴ്ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർ, ഈ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ. അവിടെ സ്ഥാപനങ്ങളുടെ പണ്ഡിതന്മാരെ എന്നല്ല പറയുന്നത്, മറിച്ച് സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് എന്നാണ് പറയുന്നത്. ഈ കാര്യം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാനാണ്. കാരണം ഈ ഭരണഘടന കാണുകയോ പഠിക്കുകയോ ചെയ്യാതെ നമ്മളെ ഓരോ കാര്യം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായം ഇതിൽ പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തേത്, മഹലിലെ ഖാദി, ഖത്തീബ്, മുദരിസ്, മുഅല്ലിം തുടങ്ങിയ ദീനി സേവകരിൽ മേൽ പറഞ്ഞ നിബന്ധനയൊത്തവർ. അപ്പോൾ ഖാദി, ഖത്തീബ്, മുഅല്ലിം, മുദരിസ് ഇത് ജനറൽ ബോഡിയാണ്. ശ്രദ്ധിക്കണം ശരിക്കും പറയുന്നത്. ഇവർ ജനറൽ ബോഡി അംഗങ്ങളാണ്. സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും ഈ പറയപ്പെട്ട ആളുകളും ഇതിൻ്റെ ജനറൽ ബോഡി മെമ്പർമാരാണ്. ഇനി അതിൽ നിന്ന് ഘടന എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഭരണഘടനയിൽ 7ാം വകുപ്പിൽ പറയുന്നത്, ഇതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ്. മഹല്ല് കമ്മിറ്റി ഏതായാലും ഓരോ നാട്ടിലുണ്ടാവുമല്ലോ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ്. പഞ്ചായത്ത് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു? ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഫെഡറേഷൻ അംഗീകരിച്ചതും ഗവൺമെൻറ് നിജപ്പെടുത്തിയതുമായ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതും ഓരോ മഹല്ലത്തിലുമുള്ള ജുമഅത്ത് പള്ളി, മദ്രസ, യത്തീംഖാന, അറബി കോളേജ് മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്നും 2-ലധികരിക്കാത്ത അംഗങ്ങൾ. ഒരു പഞ്ചായത്തിലെ ദീനി സ്ഥാപനങ്ങൾ, മഹല്ലുകൾ അത് ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് 2-ലധികരിക്കാത്ത അംഗങ്ങളെ ഓരോ മഹല്ലിൽ നിന്നും തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാര പള്ളി കമ്മിറ്റി, ദർസ് കമ്മിറ്റി, സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തർ, അത് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരും മേൽ നിബന്ധനയൊത്ത 40-ൽ കുറയാത്തതുമായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സംഘത്തിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി. അപ്പോൾ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരിക്കലും ഖാദി, ഖത്തീബ്, മുദരിസ്, മുഅല്ലിം എന്ന പരാമർശമില്ല. അവർക്ക് ജനറൽ ബോഡിയിൽ, അതായത് നാട്ടിലെ ജനറൽ ബോഡിയിൽ മാത്രമേ അംഗത്വം ഇതിൽ കാണുന്നുള്ളൂ. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും അവർക്ക് ഇതിൽ ഔദ്യോഗികമായ അംഗത്വമില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചു തരാം. പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്തിൽ ഓരോ മഹല്ലത്തിലുമുള്ള ജുമഅത്ത് പള്ളി, മദ്രസ, യത്തീംഖാന, അറബി കോളേജ് മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്നും 2-ലധികരിക്കാത്ത അംഗങ്ങൾ. ഭരിക്കുന്നവർ, അവിടുത്തെ ഉസ്താദുമാരല്ല. നമസ്കാര പള്ളി കമ്മിറ്റി, ദർസ് കമ്മിറ്റി, സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോ മേൽ നിബന്ധനയൊത്ത ഓരോരുത്തർ, അങ്ങനെ 40 അംഗങ്ങൾ. ഇവരാണ് ഇതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി. ഇനി പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജനറൽ ബോഡിയായി മഹല്ലിലെ ഖാദി, ഖത്തീബ്, മുദരിസ് പോലുള്ളവരുണ്ടല്ലോ. എന്നാൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇതിൽ പറയുന്നു, ശംസുലമയടക്കം ഒപ്പിട്ട ഭരണഘടനയാണ് ഈ പറയുന്നത്. ഇതിൽ പറയുന്നത് ഇനി അടുത്തത് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പഞ്ചായത്ത് പ്രവർത്തക സമിതിയാണല്ലോ. ആ പഞ്ചായത്ത് പ്രവർത്തക സമിതി എങ്ങനെ ഉണ്ടാക്കുക? പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ്, 3-ൽ കവിയാത്ത വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, 3-ൽ കവിയാത്ത ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരെ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ പഞ്ചായത്ത് കമ്മിറ്റിയാണ്, കൗൺസിലല്ല, ജനറൽ ബോഡിയല്ല, പഞ്ചായത്ത് കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് വോട്ട് ചെയ്യാൻ അർഹത ഇവിടെ കാണുന്നില്ല. അത് അവരെ മോശമാക്കിയതല്ല. കാരണം അവർ എന്ന് പറയുന്നത് മിക്കവാറും മഹല്ലത്തുകളിൽ പ്രസിഡന്റുമാരായിട്ട് പണ്ഡിതന്മാരുണ്ടാവും. മാത്രമല്ല പണ്ഡിതന്മാർ ഇതിലേക്ക് എടുക്കുന്നതിന് പ്രത്യേക പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഖാദി, ഖത്തീബ്, മുദരിസ്, മുഅല്ലിം എന്ന രീതിയിൽ അവരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായി ഇതിൽ കാണുന്നില്ല. കാരണം അന്ന് 89-ൽ ഈ പ്രശ്ന സമയത്ത് പ്രത്യേകമായി ആ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ഭാരവാഹികളെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത്, ജനറൽ ബോഡിയല്ല, പഞ്ചായത്ത് കൗൺസിലല്ല. പഞ്ചായത്ത് കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ സമസ്തയുടെ കീഴ്ഘടക പ്രതിനിധികൾ,
ഇവരാണ് പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് വ്യക്തമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇനി കീഴ്ഘടക പ്രതിനിധികളെ എന്തുകൊണ്ട് ഒഴിവാക്കി പുതിയ മാനുവൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കീഴ്ഘടക പ്രതിനിധികളെ ഒഴിവാക്കിയതല്ല. കീഴ്ഘടക പ്രതിനിധികൾ എന്ന് പറയുന്നവർ ഈ കീഴ്ഘടകങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ ഭരണഘടന നൽകുന്നത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ സിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നിടത്ത് സിയിൽ പറയുന്നു, അത്ര വിശദമാക്കാൻ സമയമില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെതായി നിലവിലുള്ള ദീനീ സംഘടനകളും സ്ഥാപനങ്ങളും പരിരക്ഷിക്കുക, അതോടൊപ്പം ഇല്ലാത്തരങ്ങളിൽ ആവശ്യാനുസരണം ഏർപ്പെടുത്തുക. ഇപ്പോൾ ഒരു സംഘടനയുടെ ഭരണഘടനയിൽ പറയുന്നു മറ്റു സംഘടനകൾ ഇല്ലാത്തിടത്ത് ഉണ്ടാക്കുക, പരിരക്ഷിക്കുക. അപ്പോൾ 89 പ്രത്യേക സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള സാഹചര്യം അനുസരിച്ചും ഇത് തന്നെയാണ് നടത്തി പോന്നിട്ടുള്ളത്. അന്ന് നമ്മുടെ സംഘടനകളില്ലാത്ത സ്ഥലത്ത് സംഘടനകൾ ഉണ്ടാക്കൽ സുന്നി മാലിന്യ ഫെഡറേഷൻ്റെ ബാധ്യതയാണ്. നിലവിലുള്ള സംഘടനയെ പരിപോഷിപ്പിക്കൽ. അപ്പോൾ ഈ സംഘടനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംഘടനകളുടെ പ്രതിനിധികളെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചത്. അവിടെ ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം പിന്നീട് നമ്മുടെ ഓരോ കീഴ്ഘടകങ്ങൾക്കും പ്രത്യേകമായി സംഘടനകൾ പുതിയത് വന്നു, പ്രത്യേകിച്ച് മഹല്ലുമായി ബന്ധപ്പെട്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഖുതബ. 2017-18 കാലഘട്ടത്തിൽ ഖുതബ രൂപീകരിച്ചു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി പണ്ഡിതന്മാരെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴ്ഘടകം എന്ന രീതിയിൽ തന്നെ മുഷാവറയുടെ മുമ്പിൽ ഭരണഘടന വെച്ച് അംഗീകരിച്ച് ജമിയത്തുൽ ഖുതബ എന്ന സംഘം നമ്മൾ രൂപീകരിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ ഉമറാക്കളുടെ കീഴിൽ പ്രവർത്തിക്കുക എന്നത് ശരിയല്ല എന്നവർ ആവശ്യപ്പെടുകയും അതനുസരിച്ച് മുഷാവറയോട് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുഷാവറ സ്വാഭാവികമായും 2024 അവർക്ക് സ്വതന്ത്ര അധികാരം കൊടുത്ത് അവർ സ്വതന്ത്ര സംഘടനയായി പോയി. എന്നതുപോലെ നിങ്ങൾക്കറിയാം നമ്മുടെ മദ്രസകളുടെ മാനേജിംഗ് കമ്മിറ്റി 2001 അതിന് പ്രത്യേകമായ കമ്മിറ്റി വന്നു. പിന്നെ നമുക്ക് മുദരിസുമാരെന്ന് പറയുന്ന വിഭാഗം SK 2013 SK MMA വന്നത്. അതുപോലെ തന്നെ ജമിയത്തുൽ മുദരിസീൻ വന്നു. 2009 മലപ്പുറം ജില്ലാ കമ്മിറ്റി വന്നിട്ടുണ്ട്. മുദരിസുമാർക്ക് വേറെ സംഘടന, മാനേജ്മെൻറ്റിന് വേറെ സംഘടന, അതുപോലെ തന്നെ MEA എന്ന് പറയുന്ന നമ്മുടെ എംപ്ലോയീസിന് 2001 സംഘടന വന്നു. അതുപോലെ തന്നെ ഓരോ സംഘടനയും വേറെ വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും 2022 മാനുവൽ ഉണ്ടാക്കിയപ്പോൾ ഈ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ അതിൽ ചേർത്തു. ഒരു പണങ്ങോട് അബൂബക്കർ സാഹിബ് മാനേജറായിരുന്ന സമയത്ത് ഒരു ഭരണഘടന പ്രിന്റ് ചെയ്തുണ്ടാക്കി ഉസ്താദ്മാരോട് സമ്മതം ചോദിച്ചു. മുഷാവറയിൽ വെച്ച് അംഗീകരിച്ച ഭരണഘടനയല്ല, ഈ ഭരണഘടനയാണ് അടിസ്ഥാന ഭരണഘടന. അപ്പോൾ പരപ്പനങ്ങാടി കോടതിയിൽ കേസ് വന്നപ്പോഴും അവർ പ്രത്യേകമായി ഉന്നയിച്ചത് ഈ ഭരണഘടനക്ക് ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഭരണഘടന തന്നെയാണ് അടിസ്ഥാനം. 2022 മാനുവലിൽ നമ്മൾ കീഴ്ഘടക നേതാക്കൾക്കൊക്കെ പ്രാതിനിധ്യം കൊടുത്തു. പക്ഷേ പിന്നെ സംഭവിച്ചത് ഓരോ കീഴ്ഘടകങ്ങൾക്കും പ്രത്യേകം കമ്മിറ്റികളുള്ളത് കൊണ്ട് സുന്നി മാലിന്യ ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സമയം കിട്ടാതെ വരികയും നമ്മുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സുന്നി മാലിന്യ ഫെഡറേഷൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു. അതുകൊണ്ട് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായും ഒരു തീരുമാനമെടുത്തു. 5 പണ്ഡിതന്മാരെ ഏതായാലും എടുക്കുന്നുണ്ട്. മാത്രമല്ല മിക്ക മഹല്ലുകളിലും ആ മഹലിൻ്റെ ഭാരവാഹികൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പലരും ചോദിച്ചിരുന്നു പല യോഗത്തിലും മഹല്ലിൻ്റെ ഭാരവാഹികൾക്ക് ഇതിലെന്ത് പ്രാധാന്യമാണുള്ളത്. അങ്ങനെ മഹല്ലിൻ്റെ ഭാരവാഹികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി മഹല്ല് ഭാരവാഹികളെ തന്നെയാണ് ഉസ്താദുമാരും ഈ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അവർക്ക് പ്രാധാന്യം കൊടുത്തു. കീഴ്ഘടക പ്രതിനിധികൾക്ക് അംഗത്വം നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കീഴ്ഘടകങ്ങളിലെ പ്രതിനിധികൾ സ്വാഭാവികമായും നമ്മുടെ മഹല്ലത്തിലെ ഭാരവാഹികളായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ മഹല്ലിലെ ഭാരവാഹിയാണ് ഓരോരുത്തരും. ഇനി മറ്റൊരു ചോദ്യമുണ്ട്, നമ്മുടെ മഹല്ലിൽ ഒരു ഭാരവാഹിത്വമോ അല്ലെങ്കിൽ കമ്മിറ്റിയിലോ ഇല്ലാത്ത ഒരു കീഴ്ഘടക പ്രതിനിധിയെ ആ നാട്ടിലെങ്ങനെ സമത്വയുടെ പ്രവർത്തനം നടത്താൻ പറ്റും? എന്ത് പ്രയോജനമുണ്ടാകും? നമ്മുടെ മഹല്ല് കമ്മിറ്റിയിലല്ലേ നമ്മൾ വേണ്ടത്. അപ്പോൾ ഇനി നമ്മുടേതല്ല മഹല്ല് കമ്മിറ്റിയെങ്കിൽ അവിടെ നമ്മുടെ മാനദണ്ഡം നമ്മൾ കൃത്യമായി വെച്ചത് നമ്മുടെ SKSFൻ്റെ SYSൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മറ്റു കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കണം. അതാണ് യൂണിറ്റ്. രണ്ടും മനസ്സിലാക്കണം. നമ്മുടെ മഹല്ല് കമ്മിറ്റിയാണെങ്കിൽ ആ മഹല്ല് കമ്മിറ്റിയിൽ സ്വാഭാവികമായും അവിടെയുള്ള സമത്വയുടെ കീഴ്ഘടക പ്രതിനിധികൾ ഉണ്ടാവണം. അപ്പോഴല്ലേ ജനാംഗീകാരം ഉണ്ടാകും. ഇനി നമ്മുടേതല്ല കമ്മിറ്റിയെങ്കിൽ ഇതിലെ തീരുമാനം അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലാതെ നമുക്ക് എവിടെ നാളെ കിട്ടാനാ? സമത്വയുടെ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിറ്റ് രൂപീകരിക്കണം. അങ്ങനെ നമ്മൾ രൂപീകരിച്ച കമ്മിറ്റി പരിശോധിച്ചാൽ നമ്മുടെ പുതിയ കമ്മിറ്റിയിൽ 5 പണ്ഡിതന്മാരെ എടുക്കുന്ന ഗണത്തിൽ വഴിയും നമ്മുടെ സ്വാഭാവികമായും മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ സ്ഥലത്തും പണ്ഡിതന്മാരായിരിക്കും, അല്ലെങ്കിൽ SYSൻ്റെയോ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും സംഘടനയുടെ പ്രതിനിധികളായിരിക്കും. അങ്ങനെ വന്ന് ഇപ്പം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇപ്പോഴത്തെ സ്റ്റേറ്റ് കമ്മിറ്റി 80ഓളം ആളുകളാണതിൽ. അതിൽ 23 പേരിലധികം പണ്ഡിതന്മാരെ ബിരുദമുള്ളവർ, മുസ്ലിമാർ എന്നറിയപ്പെടുന്ന ആളുകൾ കുറേയുണ്ട്. 23-ലധികം ആളുകൾ ബിരുദമുള്ള പണ്ഡിതന്മാരാണ്. അതിൽ കാദിമാരുണ്ട്,
ഖതീബുമാരുണ്ട്, മുദരിസുമാരുണ്ട്, മുഅല്ലിങ്ങളുണ്ട്. അവർ സ്വാഭാവികമായും വരും. ഇത് സ്വാഭാവിക പ്രതിഭാസമാണ്. 4 മുഷാവറ അംഗങ്ങളുണ്ട് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ. കീഴ്ഘടക നേതാക്കളുണ്ട്. SYSന്റെ 15ലധികം നേതാക്കളുണ്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ. SKSFന്റെ പ്രവർത്തകരുണ്ട്. SKMMയുടെ നേതാക്കളുണ്ട്. മലപ്പുറം ജില്ലയിൽ 122 കൗൺസിലേഴ്സാണുള്ളത്. ഏറ്റവും വലിയ ജില്ല മലപ്പുറം ജില്ലയാണല്ലോ. ആ മലപ്പുറം ജില്ലയിൽ 20ലധികം ബിരുദധാരികളായ പണ്ഡിതന്മാർ അതിലുണ്ട്. ഖതീബുമാരും കാദിമാരും മുദരിസുമാരും വേറിട്ട് പണിയിൽ കണക്ക് തരാം. ഇന്നാളൊക്കെ കാദിയാണ്, ഇന്നാൾ മുദരിസാണ്, ഇന്നാൾ ഖതീബാണ്, ഇന്നാൾ SYSന്റെ നേതാവാണ്, ഇന്നാൾ SKSFന്റെ പ്രവർത്തകനാണ്. അങ്ങനെ ഓരോന്നും. ചെറുപ്പക്കാരായ ആളുകൾ ഒരു പക്ഷേ മഹല്ല് ഭാരവാഹിയെ വന്നിട്ടുണ്ടാവില്ല. എന്നാൽ SYSന്റെ ആളുകൾക്ക് മിക്കവാറും ഉണ്ടാവും. ഭൂരിപക്ഷം SYSന്റെ പ്രവർത്തകരുണ്ട്. അവർ ഏത് രീതിയിൽ വന്നു എന്ന് ചോദിച്ചാൽ അവർ മഹല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടും അല്ലെങ്കിൽ 5 പണ്ഡിതന്മാരെ ഇതിൽ ഉൾക്കൊള്ളിക്കണം താഴെ തട്ടിൽ എന്ന് പറഞ്ഞതുകൊണ്ടും ആ രീതിയിൽ അവർ വന്നിട്ടുണ്ട്. കീഴ്ഘടക നേതാക്കൾ ഒരിക്കലും ഇതിൽ അവഗണിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ആ സംഘടനാപരമായ പ്രാതിനിധ്യം എന്ന രീതിയിൽ എഴുതി ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാനുവൽ പലതവണ ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച് ആവർത്തിച്ച ചർച്ചയ്ക്ക് ശേഷമുണ്ടായ കാര്യമാണ്. നമ്മുടെ മഹല്ലാണെങ്കിൽ സ്വാഭാവികമായും ആ കമ്മിറ്റിയിൽ അവരുണ്ടാവും. മറ്റുള്ള മഹല്ലാണെങ്കിൽ അവർ വെച്ച് യൂണിറ്റും ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ മാനദണ്ഡം. ഇത് വിശദീകരിച്ച് പറയേണ്ടതാണ്, സമയത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് സംഘടനാ പ്രവർത്തകരെ വെട്ടിമാറ്റി എന്ന ആ ആരോപണം ശരിക്കും അടിസ്ഥാനരഹിതമാണ്. അത് ആരുണ്ടാക്കിയെന്നറിയില്ല. പരപ്പനങ്ങാടി മുൻസിഫ് കോടതിയിൽ ഇവർ ചോദിച്ചത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് മെമ്പർഷിപ്പ് തരുന്നില്ല എന്നാണ്. കോടതി പറഞ്ഞത് അവരാഗ്രഹം അക്കോർഡിംഗ്ലി കാദി പണ്ഡിറ്റ്സ് മുഅല്ലിം ഷാൽ നോട്ട് ഇൻ എനി വേ ബി എക്സ്ക്ലൂഡഡ് എന്നാണ്. പണ്ഡിതന്മാരെയും കാദിമാരെയും അതുപോലെ തന്നെ മുഅല്ലിങ്ങളെയും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല എന്നാണ് അവർ വാദിച്ചത്. കോടതി അത് പരിശോധിച്ചതിന് ശേഷം കോടതി എന്താ പറഞ്ഞത്? ഇതിങ്ങനെ പരിശോധിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭരണഘടന നോക്കിയിട്ട് പറഞ്ഞു, therefore I am not inclined, എനിക്കൊരു തോന്നലില്ല എന്നാണ് ജഡ്ജി പറയുന്നത്. ഒരു പ്രവണതയില്ല ടു അലോ ദിസ് പെറ്റീഷൻ, ഹെൻസ് ദ പെറ്റീഷൻ ഇസ് ഡിസ്മിസ്ഡ്. അവരാവശ്യപ്പെട്ട പെറ്റീഷൻ, തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്ന പെറ്റീഷൻ ഒഴിവാക്കി കഴിഞ്ഞു. ഇനി റിട്ടേണിംഗ് ഓഫീസറെ മാറ്റി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരേ റിട്ടേണിംഗ് ഓഫീസർ അല്ലല്ലോ വരിക, മാറി മാറി വരും. നേരത്തെ വന്ന് പിന്നെ വന്നത് ഓരോന്നും നോക്കും, ഓരോ വർഷത്തെയും ഓരോന്ന് മണി കണക്കെടുത്ത് വായിച്ചാൽ മാറി മാറി റിട്ടേണിംഗ് ഓഫീസർ വന്നിട്ടുണ്ട്. മാനുവൽ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്താണ് ഉണ്ടാക്കിയത്. 2024 ഡിസംബറിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2025 ജനുവരി 1 മുതൽ 2025 ജൂൺ വരെയായിരുന്നു അതിൻ്റെ കാലഘട്ടം. മെയ് മാസം 6 മാസത്തിന് ശേഷം പുതിയ കമ്മിറ്റി വരുന്ന സമയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് തർക്കങ്ങളൊക്കെ ഉണ്ടായത്. അത് ഒരുപക്ഷെ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയതാകും. നേതാക്കൾക്ക് മുമ്പാകെ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മൾ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സദസ്സിലെ അംഗങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ വസ്തുത ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നോട് ഈ കാര്യം സൂചിപ്പിക്കാൻ പറഞ്ഞത്. ഒന്ന്, അടിസ്ഥാന ഭരണഘടന നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഉണ്ടാക്കിയത്, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. 2, ഇതിൽ കാദി ഖതീബ് മുദരിസ് അവർ പഞ്ചായത്ത് കമ്മിറ്റി വരെ, പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയിൽ പോലും വരില്ല, പഞ്ചായത്തിൻ്റെ കൗൺസിലിലെ ഈ ഭരണഘടന പ്രകാരം വരുന്നുള്ളൂ. അതേ സമയത്ത് കാദിമാരും ഖതീബുമാരും മുദരിസുമാരും മറ്റു വഴിയിലൂടെ വരും. കാരണം പണ്ഡിതന്മാർ ഇതിലുണ്ട്. പല മഹല്ലത്തുകളിലും പണ്ഡിതന്മാരായിരിക്കും പ്രസിഡന്റുമാരും മിക്കവാറും. ആ രീതിയിൽ വരും. കീഴ്ഘടക പ്രാതിനിധ്യത്തിൻ്റെ കാരണം ഞാൻ സൂചിപ്പിച്ചു. കീഴ്ഘടകങ്ങളെ ഇതിൽ കൂട്ടിച്ചേർത്ത് 5 സീൽ പറഞ്ഞ ലക്ഷ്യവും നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അംഗമാകുന്നതിന് വിലക്കില്ല. ഒരു സംഘടനാ പ്രവർത്തകനും ഇതിൽ അംഗമാകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. മാനുവൽ 2022 രൂപീകരിച്ചപ്പോൾ സംഘടനകളുടെ പേര് പ്രത്യേകം ചേർത്തിരുന്നു. അടിസ്ഥാന ഭരണഘടനയിലുമുണ്ട്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ കീഴ്ഘടകത്തിനും പ്രത്യേകം കമ്മിറ്റി വന്നപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ SMFന്റെ നേതാവാണെന്ന് കരുതി നിങ്ങളെ ജമിയത്തുൽ മുഅല്ലിമീൻ അംഗമാക്കൂലല്ലോ. നിങ്ങൾ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മെമ്പറാണ് എന്ന് കരുതി നിങ്ങളെ കൊണ്ടുപോയി ഒരിക്കലും SYSൽ അതിൻ്റെ പേരിൽ മെമ്പറാക്കൂലല്ലോ. അതേസമയത്ത് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഓരോ ഹൈസിയത്തിൽ എന്ന് പറഞ്ഞാൽ മഹല്ല് കമ്മിറ്റിക്കാരാണെങ്കിൽ എല്ലാവരെയും ചേർക്കും, പണ്ഡിതരെന്ന ഗണത്തിൽ ചേർക്കും. യൂണിറ്റ് രൂപീകരിക്കുമ്പോഴോ ഇവരൊക്കെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമ്മുടേതല്ലാത്തൊരു മഹല്ലൊരു യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ യൂണിറ്റ് എങ്ങനെ ഉണ്ടാക്കുക? SKSF, SM, അതുപോലെ തന്നെ SYS, നമ്മുടെ സമസ്തയുടെ എന്തൊക്കെ കീഴ്ഘടകമുണ്ടോ അവരെ കൂട്ടിയിട്ടുണ്ടാക്കാൻ കഴിയും. നമുക്കവിടെ കമ്മിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നിലവിലെ കമ്മിറ്റിയിൽ എല്ലാവരുമുണ്ട്, ഒരു തർക്കവും വേണ്ട, എല്ലാവരുമുണ്ട്. ഞാൻ 5:15 നിർത്തും, അതുകൊണ്ടാണ് തിരക്കിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹല്ല് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഉലമാഇൻ്റെയും ഉമറാഇൻ്റെയും ഒരു കൂട്ടായ്മയായി ഇതിനെ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് പൂർവ്വകാല നേതാക്കൾ ഈ സംഘടനയെ കൊണ്ടു നടന്നതുപോലെ കൊണ്ടു നടക്കലും ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി, പ്രത്യേകിച്ച് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സൂചിപ്പിച്ച എന്താണ്? ഒരുമയോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം.
അതിനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നടത്തേണ്ടത്. ഉസ്താദുമാർ അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തുന്നുണ്ട്, വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്, അവർ മസ്ലഹത്തിൻ്റെ എല്ലാ വഴികളും തുറക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ചില മീഡിയകൾ, അതുപോലെ തന്നെ ചില വാട്സപ്പ് മെസ്സേജുകൾ ഇതിനെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പലപ്പോഴും ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭരണഘടന അനുസരിച്ചുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അടിസ്ഥാന ഭരണഘടന പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് പണ്ഡിതന്മാരെ വെട്ടിമാറ്റി, ഖതീബുമാരെ വെട്ടിമാറ്റി, മുഅല്ലിങ്ങളെ വെട്ടിമാറ്റി എന്നൊക്കെയുള്ള പ്രചരണം വളരെ കൃത്യമായി ഈ ഭരണഘടന പരിശോധിച്ചാൽ ബോധ്യപ്പെടും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇത് ആർക്കെങ്കിലും ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. അതേ സമയത്ത് ഈ രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകൾ ഇതൊന്നും പറഞ്ഞാൽ അംഗീകരിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ മീഡിയകളിൽ വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, എങ്ങനെ അകറ്റണമെന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ പല വേദിയിലുണ്ടായി. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയും നമ്മുടെ പ്രവർത്തനം തീരുമാനിച്ചു അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം രണ്ട് കൈ കൂട്ടിക്കെട്ടുമ്പോഴേ ബഹളം ഉണ്ടാവുള്ളൂ. നമ്മൾ മിണ്ടാതിരുന്ന പ്രശ്നമില്ലല്ലോ. കാരണം അടിസ്ഥാനപരമായ കാര്യം എന്നതാണ്, അത് ബന്ധപ്പെട്ട ഉസ്താദുമാരെ ബോധിപ്പിക്കുക എന്നത് മാത്രമേ നമ്മുടെ കടമയുള്ളൂ. ആ കടമ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാതെ പരസ്യമായി കയറി ഇതിന് ആർക്കെങ്കിലും മറുപടി പറയാനോ നമ്മൾ തമ്മിലുള്ള ഈ അഭിപ്രായാന്തരം പരസ്യമാക്കി മറ്റുള്ളവർക്ക് ചിരിക്കാൻ അവസരം കൊടുക്കാനോ പറ്റിയൊരു സമയമല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. SIR ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ബോധ്യപ്പെടും. അള്ളാഹു ഈ ഉമ്മത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ. SMFൻ്റെ പ്രവർത്തനത്തിൽ സഹകരിച്ച് ഇന്ന് 3 മണിക്കാണ് യോഗം തുടങ്ങേണ്ടത് നമ്മൾ പറഞ്ഞത്. പക്ഷേ 2:45 ഈ ഹാള് നിറഞ്ഞു കവിഞ്ഞു. ഇപ്പം തന്നെ കുറച്ച് ആളുകൾ നീങ്ങാൻ കാരണം നിസ്കാരത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, അസർ നമസ്കാരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച്, കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രതിനിധികളാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്, എല്ലാവരെയും ബഹുജനങ്ങളെ നമ്മൾ വിളിച്ചിട്ടില്ല. ഇതൊരു പ്രഖ്യാപനം മാത്രമാണ്. ഞാനിപ്പോൾ മുണ്ടുവാറിൻ്റെ ഒരു ഇത് കണ്ട് അഭിമുഖം ചാനലിൽ, അതായത് എല്ലാ സുന്നി സംഘടനകളിലും ഒന്നിപ്പിക്കാൻ ലീഗിന് കഴിയും. അപ്പോൾ അതിനിപ്പോൾ ഒരു ഉദാഹരണം അദ്ദേഹം എടുത്ത് കാണിക്കുന്നുണ്ട്. എന്ത് വിദാത്ത് മുജാഹിദിലെ 2 വിഭാഗം ആളുകൾ ഒരുമിച്ചിരുന്നില്ലേ, അത് ഒരുമിച്ചതിന് കാരണം ലീഗാണെന്നാണ് പറയണത്. അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ചോറുന്നവർക്ക്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ കുറച്ച് മുമ്പ് മസ്ലഹത്ത് ചർച്ചകൾ നടന്നിരുന്നല്ലോ. എല്ലാ വിഭാഗത്തിനടുത്തേക്കും പോകുന്നതിന് മുമ്പായിട്ട് AP വിഭാഗവുമായി ഒരു മസ്ലഹത്ത് ചർച്ച നടന്നിരുന്നു. ആ മസ്ലഹത്ത് ചർച്ച എന്തായി എന്നുള്ളത് മുണ്ടുവാർക്ക് അറിയില്ലെങ്കിൽ ഞാനാണ്ട് പറഞ്ഞുതരാം. പൊന്നാരൻ്റെ മുണ്ടുവാറേ, ആ മസ്ലഹത്ത് ചർച്ചയിൽ പങ്കെടുത്തിരുന്ന 4 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. സമസ്തയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്ത ആളുകൾ. മസ്ലഹത്തിന് വേണ്ടി മുൻകൈ എടുത്തിരുന്ന ആളുകളിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത ഒരാളാണ് ഏറെക്കുറെ മാന്യമായ രീതിയിൽ സംസാരിച്ചിരുന്നത് എന്ന് മസ്ലഹത്ത് സമിതിയിൽ അന്ന് പങ്കെടുത്തിരുന്ന, അതായത് അതിന് മുൻകൈ എടുത്തിരുന്ന ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറേ മുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചതാണ്. 4 പേരിൽ ഒരാൾ ഒരു താലിം പാലില്ലാത്ത വർത്താനാണ് ബാക്കിയുള്ള ആളുകളിൽ ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞിരുന്നത്. അതായത് ഈ 3 പേരെന്ന് പറയാം പറഞ്ഞിരുന്നത് എന്ന് എന്നോട് പറഞ്ഞു. മനസ്സിലായ? അപ്പോൾ ആ ആൾ ആരാണെന്ന് ചോദിച്ചാൽ മുസ്തഫ മുണ്ടുവാറിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, അതായത് മരസ്ഥരാണ്. മനസ്സിലായല്ലേ? ഷജറ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് 3 പേരും. ഒരാളാണ് ഞങ്ങളുടെ പക്ഷത്തുള്ള, അതായത് ഔദ്യോഗികമായി പാരമ്പര്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, എവിടെയും മസ്ലഹത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഇന്നും ആ മസ്ലഹത്ത് സമിതിപ്പെട്ട ഒരാൾ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ മറുപക്ഷത്തുള്ള, അതായത് അതിന് മുൻകൈ എടുത്തിരുന്ന ആളുകൾ. ഇന്നും നടക്കും. മുണ്ടുവാറിൻ്റെ ആൾക്കാരൊന്ന് തീരുമാനിച്ചാൽ മതി. മുണ്ടുവാറിൻ്റെ ആൾക്കാരൊന്നും തീരുമാനിച്ചാൽ മതി. ലീഗിനെ പൈമക്ക് ഇട്ട് വലിച്ചിട്ടുണ്ടല്ലോ. ലീഗിനെ പൈമക്ക് ഇട്ട് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലീഗ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദുള്ള കാലത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിന് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി നിന്നിരുന്നു. അന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം മലപ്പുറത്ത് വെച്ച് ഞാൻ കേട്ടതാണ്. അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമവായം എന്ന രീതിയിൽ ചർച്ച നടത്തിയപ്പോൾ ആ വർത്താനത്തിൽ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞൊരു വർത്താനുണ്ട്, അതെന്ത് വായടോന്ന്. പല വായ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സമവായ എന്ന് പറഞ്ഞ വായ എന്ത് വായേന്ന്. മനസ്സിലായില്ലേ? പിന്നെ ആ ചർച്ച എങ്ങനെ അവസാനിച്ചു. മസ്ലഹത്ത് അതിന് ശേഷമൊക്കെ മസ്ലഹത്തുകൾ നടന്നു, പല അർത്ഥം നടന്നു. അത് നിർത്തിയേക്കാൻ കാരണം എന്താ? നല്ലോണം ആലോചിച്ച അത് മുണ്ടുവാറിൻ്റെ നെഞ്ഞത്തേക്കാനാണ് 5 ഒരു വിരല് ചൂണ്ടുമ്പം ബാക്കിയുള്ള എല്ലാ വിരലുകളും ആ ഭാഗത്തേക്കാനാണെന്ന് മുണ്ടുവാർ മനസ്സിലാക്കിയാൽ നിന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ തൽക്കാലം ലീഗിൻ്റെ മേത്തേക്ക് അല്ലാണ്ട് ചാരിക്കാണ്ട് സുഖിക്കാൻ നിൽക്കണ്ട. തെരഞ്ഞെടുപ്പൊക്കെ ഉള്ള വരുന്നത്. ഭരണം നടത്തുന്ന കാലത്ത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിലും ചരിത്രം നമുക്ക് കാണാം. അബൂദർ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് പോയി താമസിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആഡംബര ജീവിതത്തിനെതിരെ പ്രതികരിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു പരാതിപ്പെട്ടു ഖലീഫയോട്.
ഖലീഫ തിരിച്ചു വിളിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അബൂദർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും മാറി താമസിച്ചു കൊള്ളണം. നീണ്ട ചരിത്രത്തിന്റെ കുടിക രൂപത്തിൽ നമുക്ക് കാണാം. അബൂദർ റളിയല്ലാഹു തആല അൻഹു റബദ എന്ന സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് മദീനക്കടുത്ത റബദ എന്ന സ്ഥലത്ത് താമസിച്ചു. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ കൂഫയിൽ നിന്നും ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്നും വിഘടിച്ചവർക്ക് സഹായം കൊടുക്കാമെന്നതുപോലെ കൂഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളോട് പറഞ്ഞു, അബൂദർ തങ്ങളെ, നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവുമായി പിണക്കത്തിലാണ്. കാരണം മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാവുകയാണ്, മുസ്ലിങ്ങൾ തമ്മിലടിക്കുകയാണ്, സംഘശക്തി തകരുകയാണ്. അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാൻ വന്നതുപോലെ റബദ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്നിധാനത്തിലേക്ക് കൂഫയിൽ നിന്നും ആളുകൾ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയ്ക്കെതിരെ സമരസജ്ജരാണ്, നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അബൂദറും ഉസ്മാൻ തങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമികമാണ്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ ഇവർ? ആ അഭിപ്രായ വ്യത്യാസം ഇന്നതാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഉസ്താദിനോട് ഞങ്ങൾ പിണങ്ങി നിൽക്കുന്നത് ഞങ്ങൾ തന്നെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണമായിരുന്നു, ഉസ്താദിന്റെ മുമ്പിലേക്ക് വരണമായിരുന്നു. പകരം എന്ത് ചെയ്തു? വേറെ സംഘടന ഉണ്ടാക്കി. ആ ഉപദേശം കേട്ട് പുറത്തു പോയവർ ഓർക്കുക, കൂഫയിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ സോപ്പിട്ടപ്പോൾ, നിങ്ങൾ ഞങ്ങളുടെ നേതാവായാൽ മതി, കാര്യം ഞങ്ങൾ ഏറ്റുവെന്ന് പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, വല്ലാഹി ലൗ അന്ന ഉസ്മാന സ്വലബനി അലാ ഖശബത്തിൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുവെങ്കിലും അയാൾ എന്റെ നേതാവാണ്, അഭിപ്രായ വ്യത്യാസം വേറെ, ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും. ഇതാണ് കൂട്ടരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം. ആയിരക്കണക്കിന് മഹല്ലുകൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ദീനീ ചൈതന്യധന്യമായ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ സമസ്ത കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പിൻബലം തരാമെന്ന് പറയുമ്പോ ചെങ്കടിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സുന്നി കേരളം അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ്. നിങ്ങൾ ഈ മുസ്ലിം സംഘശക്തി ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊടിപിടിക്കാനും ആരാ വരുന്നത്? വേദനയോടുകൂടിയാണ് നിങ്ങൾ പറയുന്നത്. താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം. കേരളക്കരയിലെ ദീനിന്റെ അധപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് അന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു. താങ്കൾ കാരണമായി കേരളത്തിലെ ദീനീ സ്ഥാപനങ്ങൾ നശിക്കുന്നു, പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു. എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ്, കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും. തങ്ങളെ കാറൂനിനെയും ഫിറഔനിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല. ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ കൊടിപിടിക്കുന്ന പ്രവർത്തകരെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഈ ജനമഹാസാഗരത്തെ പോലെയുള്ള ജനസമൂഹത്തിന്റെ ചങ്കിലെ ചോര നിലനിൽക്കുന്ന കാലത്ത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല അവരെ തോളിലേറ്റുന്നത്, ഞങ്ങൾ അവരെ തോളിലേറ്റുന്നത് ആത്മീയമായിട്ടാണ്. ആ രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ളവർ ഈ വേദിയിലുണ്ടാകും, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്തവർ ഈ വേദിയിലുണ്ടാകും, ലീഗിന്റെ ശത്രുക്കൾ പക്ഷേ ഈ വേദിയിലുണ്ടാകും. പക്ഷേ സമസ്ത എന്ന് പറയുന്ന ശക്തിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആത്മീയ നേതാക്കളെ ധിക്കരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തിനെതിരെ ധിക്കാരം പ്രകടിപ്പിക്കുന്നവർ ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരുമുണ്ടെങ്കിലും എന്തേ കൊടപ്പനക്കൽ മാത്രം ഇത്ര വിശ്വാസം ജനങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ച കുരിശുദ്ധം പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിലേക്ക് വരാൻ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ 15 വർഷം കൊണ്ട് നേടിയെടുത്ത ഈ ആത്മീയ ചരിത്രത്തിന്റെ പിൻബലം ഇവിടെ നിലനിൽക്കുമ്പോ, ഈ ആത്മീയ ഉമ്മത്തിന്റെ ആത്മീയ തേജസ് ഇവിടെ നിലനിൽക്കുമ്പോ മുസ്ലിം സംഘശക്തിക്കെതിരെ ആര് വന്നാലും ശരി, തങ്ങളെ ഞങ്ങൾ പറയുന്നു, ഏതവസ്ഥയിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉള്ള കാലത്തോളം ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞി പിടിച്ച് പുറത്തെറിഞ്ഞോളൂ. ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം. കാന്തപുരത്തിൽ ഓശാന പാടാൻ നടന്ന ചില നേതാക്കൾ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന കാന്തപുരത്തിന് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിട്ടെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് അന്തസ്സോടുകൂടി പറയാൻ. ആ തിരിച്ചറിവ് ഇന്ത്യ മഹാരാജ്യത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേടിയത് ലീഗിന് വേണ്ടി ദാസ്യപ്പണിയെടുത്തിട്ടല്ല, ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല. ഈ രാഷ്ട്രീയ
കുത്തൊഴുക്കിലും പതറാത്ത ചിതറാത്ത ആത്മീയ ആവേശമുള്ള ഒരു പടയണി ഉച്ചവരെ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് ചെളിപ്പാടത്ത് കാലുപൂഴ്ത്തി സുന്നി മാലി ഫെഡറേഷന്റെ പേരിൽ വിളിച്ചവരാനും ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.